നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മെയ് 11 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ 1337 പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടപ്പിലാക്കിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. പരിശോധനയിൽ 14 ക്രമരഹിതരായ തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും 167 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു. പരിശോധനകളിൽ ബഹ്റൈനിലെ തൊഴിൽ താമസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ നടത്തുകയും ലംഘനങ്ങൾ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും LMRA അറിയിച്ചു. NPRA ഗവർണറേറ്റിലെ പോലീസ് ഡയറക്ടറേറ്റ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മീഡിയ ആൻഡ് സെക്യൂരിറ്റി കൾച്ചർ, വ്യവസായ വാണിജ്യ മന്ത്രാലയം, മുനിസിപ്പാലിറ്റീസ് അഫയേഴ്സ്, കൃഷി മന്ത്രാലയം എന്നിവയുമായി സഹകരിച്ചാണ് പരിശോധനകൾ LMRA നടത്തിയത്. രാജ്യത്തെ എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധനാ ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നതിനും ബഹ്റൈനിലെ തൊഴിൽ താമസ നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയും LMRA വ്യക്തമാക്കി. മർക്കസ് ബഹ്റൈൻ നോർത്ത് സെൻട്രൽ കൗൺസിൽ സമാപിച്ചു. മർക്കസ് ബഹ്റൈൻ നോർത്ത് സെൻട്രൽ ജനറൽ കൗൺസിൽ മനാമ സുന്നി സെന്ററിൽ സമാപിച്ചു. KC സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ മർക്കസ് PRO മർസൂഖ് സഅദി പാപ്പിനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് സെൻട്രൽ ഡയറക്ടറേറ്റ് പുതിയ ഭാരവാഹികളായി അബ്ദുൾ റഹീം സഖാഫി അത്തിപ്പറ്റ, CH അഷ്റഫ് ഹാജി, മുഹമ്മദ് ഹാജി, KP കണ്ണപുരം എന്നിവരെ തിരഞ്ഞെടുത്തു. മമ്മൂട്ടി മുസ്ലിയാർ, ഇബ്രാഹിം കോട്ടയ്ക്കൽ, മുനീർ സഖാഫി ചേകനൂർ, കലദർ ഷരീഫ് എന്നിവർ അസോസിയേറ്റ് പ്രസിഡന്റ്മാരും ഷഹീൻ അഴിയൂർ, അബ്ദുൾ സലാം പെരുവയൽ, മുഹമ്മദ് കാസർഗോഡ്, ഇബ്രാഹിം മയ്യേരി, മുഹമ്മദ് സഖാഫി എന്നിവർ ഏരിയ സെക്രട്ടറിമാരുമാണ്. ജനറൽ കൗൺസിലിന് അബൂബക്കർ ലത്തീഫി, MC അബ്ദുൽ കരീം, അബ്ദുൾ ഹക്കീം സഖാഫി കിനാൽ, അബ്ദുൾ റഹീം സഖാഫി വരവൂർ എന്നിവർ നേതൃത്വം നൽകി. ഷമീർ പന്നൂർ, സഫ്വാൻ സഖാഫി, ജമാൽ എന്നിവർ സംസാരിച്ചു. CH അഷ്റഫ് ഹാജി സ്വാഗതവും മുഹമ്മദ് സഖാഫി ഉളിയിൽ നന്ദിയും പറഞ്ഞു. സാമൂഹിക പ്രവർത്തകരുടെ സംഗമവേദിയായി ഹോപ്പിന്റെ 10ാം വാർഷികാഘോഷം. ബഹ്റൈനിലെ ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹ്റൈന്റെ 10ാം വാർഷികാഘോഷം ശ്രദ്ധേയമായി. സുബി ഹോംസുമായി സഹകരിച്ചാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ ക്ലബിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ UAE-യിലെ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി മുഖ്യാതിഥിയായി. തിരക്കുപിടിച്ച പ്രവാസ ജീവിതത്തിനിടയിൽ ലാഭേച്ഛയില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഇത്തരം കൂട്ടായ്മകളും വ്യക്തികളും സാധാരണ പ്രവാസികൾക്ക് എന്നും ആശ്വാസമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബഹ്റൈനിലെ നിരാലംബരുടെ തോഴൻ എന്നറിയപ്പെട്ടിരുന്ന ചന്ദ്രൻ തിക്കോടി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്തു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് 2019 ഡിസംബറിൽ നാട്ടിലേക്ക് മടങ്ങിയ ഇദ്ദേഹം ഹോപ്പിന്റെ രക്ഷാധികാരിയും സ്ഥാപക അംഗവുമാണ്. ഹോപ്പിന്റെ പ്രസിഡന്റും പ്രോഗ്രാമിന്റെ കൺവീനറുമായ ഷിബു പത്തനംതിട്ട അധ്യക്ഷനായ ചടങ്ങിന് സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗതം ആശംസിച്ചു. രക്ഷാധികാരി നിസാർ കൊല്ലം ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു. രക്ഷാധികാരികളായ KR നായർ, ഷബീർ മാഹി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഹോപ്പിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ സഞ്ചാരപഥങ്ങൾ എന്ന പേരിൽ സുവനീർ പ്രകാശനം നടന്നു. സുവനീറിന്റെ ആദ്യ കോപ്പി അഷ്റഫ് താമരശ്ശേരിയിൽ നിന്നും ചന്ദ്രൻ തിക്കോടി ഏറ്റുവാങ്ങി. സാമൂഹിക പ്രവർത്തകരായ നജീബ് കടലായി, കണ്ണൂർ സുബൈർ, ഫ്രാൻസിസ് കൈതാരത്ത്, സുധീർ തിരുനിലത്ത്, ബഷീർ അമ്പലായി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സൽമാനിയ ഹോസ്പിറ്റലിലെ നഴ്സുമാരെയും പുഷ്പരാജിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഡോക്ടർ PV ചൊറിയാൻ, KT സലീം ഉൾപ്പെടെ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ബോബി പുളിമൂട്ടിൽ നന്ദി അറിയിച്ചു. പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ നേതൃത്വത്തിൽ ലൈവ് മ്യൂസിക്കൽ ഷോ പരിപാടിയുടെ ഭാഗമായി നടന്നു. താലിബ് ജാഫർ, അഷ്കർ പൂഴിത്തല, സിബിൻ സലീം, മനോജ് സാമ്പൻ, നിസാർ മാഹി, ജോഷി നെടുവേലിൽ, ഗിരീഷ് പിള്ള, ഷിജു CP, അൻസാർ മുഹമ്മദ്, മുജീബ് റഹ്മാൻ, റാംഷാദ് AK, ഷാജി എളമ്പിലായി, സാബു ചിറമേൽ, ഫൈസൽ പട്ടാണ്ടി, റോണി ഡൊമിനിക്, ഷാംജിദ് കമാൽ, വിബീഷ് പിള്ള, അജിത് കുമാർ, പ്രശാന്ത് ഗോപി, സുജീഷ് ബാബു, ബിജോ ജോസ്, ഷാജി മുതല എന്നിവർ അംഗങ്ങളായ വിവിധ കമ്മിറ്റികൾ പരിപാടിയുടെ നടത്തിപ്പിനായി പ്രവർത്തിച്ചു. ഇന്ത്യൻ സ്കൂൾ ജൂനിയർ ക്യാമ്പസിൽ സ്റ്റുഡൻസ് കൗൺസിൽ ചുമതലയേറ്റു.
ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ജൂനിയർ ക്യാമ്പസിൽ സ്റ്റുഡന്റ് കൗൺസിൽ അംഗങ്ങൾ ചുമതലയേറ്റു. മെയ് 15 ഞായറാഴ്ച റിഫയിലെ സ്കൂൾ ക്യാമ്പസിൽ നടന്ന ഇൻവെസ്റ്റിയർ സെറമണിയിലാണ് 2025-26 അധ്യയന വർഷത്തേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡന്റ് കൗൺസിലിന്റെ ആചാരപരമായ പ്രവേശന ചടങ്ങ് നടന്നത്. വിദ്യാർത്ഥി നേതൃത്വത്തിന്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന പരിപാടിയിൽ ഹെഡ് ബോയ് ഫാബിയോൺ ഫ്രാങ്കോ ഫ്രാൻസിസ്, ഹെഡ് ഗേൾ ലക്ഷിത രോഹിത്, അസിസ്റ്റന്റ് ഹെഡ് ബോയ് ആയുഷ് രാജേഷ്, അസിസ്റ്റന്റ് ഹെഡ് ഗേൾ ഇറ പ്രബോധൻ ദേശായി, ഇക്കോ അംബാസിഡർ ആരിസ് റെഹാൻ മൂസ, മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിഫക്റ്റുകൾ എന്നിവരുൾപ്പെടെ 26 വിദ്യാർത്ഥി നേതാക്കളുടെ ഔപചാരികമായ സ്ഥാനാരോഹണം നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹനും ജൂനിയർ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമീല സേവ്യറും പ്രിഫക്ട് കൗൺസിൽ അംഗങ്ങൾക്ക് ബാഡ്ജുകളും സാഷുകളും ഔദ്യോഗികമായി നൽകി. ദേശീയ ഗാനത്തോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് വിശുദ്ധ ഖുർആൻ പാരായണവും 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കൂൾ ഗാനാലാപനവും നടന്നു. ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമീല സേവ്യർ, വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, പ്രധാന അധ്യാപകർ, കോർഡിനേറ്റേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹൻ ദീപം തെളിയിച്ചു. പ്രിൻസിപ്പൽ പമീല സേവ്യർ അതിഥികൾക്ക് ഊഷ്മളമായ സ്വാഗതം പറഞ്ഞു. പുതുതായി നിയമിതരായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രിൻസിപ്പൽ ചൊല്ലിക്കൊടുത്ത സത്യപ്രതിജ്ഞയോടെ വിദ്യാർത്ഥി കൗൺസിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥതയോടെയും മികവോടെയും ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. തന്റെ പ്രസംഗത്തിൽ യഥാർത്ഥ നേതൃത്വം ഒരു ഉത്തരവാദിത്തമാണെന്ന് ഹെഡ് ബോയ് പറഞ്ഞു. ചടങ്ങിന്റെ വിജയത്തിന് സംഭാവന നൽകിയ എല്ലാവരുടെയും പരിശ്രമങ്ങൾക്ക് ഹെഡ് ഗേൾസ് ഹൃദയംഗമമായ നന്ദി പറഞ്ഞു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപണ്ഡിൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമീല സേവ്യർ എന്നിവർ ചുമതലയേറ്റ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. സമാജം മലയാളം പാഠശാല വാർഷിക പഠനോത്സവം ഇന്ന്. മലയാളം മിഷന്റെ ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ പഠന കേന്ദ്രമായ ബഹ്റൈൻ കേരള സമാജം മലയാളം പാഠശാലയുടെ ഈ അധ്യയന വർഷത്തെ വാർഷിക പഠനോത്സവം ഇന്ന് നടക്കും. വൈകുന്നേരം 7:30 മുതൽ 9:30 വരെ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് പഠനോത്സവം. ലോകത്ത് ഒരേ സമയം ഏറ്റവും അധികം കുട്ടികൾ മാതൃഭാഷ പഠനം നടത്തുന്ന മലയാളം മിഷന്റെ ഏക പഠന കേന്ദ്രമായ സമാജം മലയാളം പാഠശാലയിലെ പ്രാരംഭ കോഴ്സായ മുല്ല, മലയാളം മിഷൻ കോഴ്സുകളായ ആമ്പൽ എന്നീ കോഴ്സുകളുടെ വാർഷിക പരീക്ഷയും നീലക്കുറിഞ്ഞി ലാറ്ററൽ എൻട്രിയുടെ മാതൃകാ പരീക്ഷയുമാണ് ഇന്ന് നടക്കുന്നത്. പരീക്ഷാഫലം ഈ ആഴ്ച പ്രസിദ്ധീകരിക്കുമെന്നും പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രവേശനോത്സവം ജൂൺ 2-ന് വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുമെന്നും സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കുവൈറ്റിൽ ബലി പെരുന്നാൾ തീയതി പ്രഖ്യാപിച്ചു.
കുവൈറ്റിൽ ബലിപെരുന്നാൾ ജൂൺ 6 ആയിരിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ. ഇസ്ലാമിക കലണ്ടറിലെ ദുൽഹിജ്ജ 1446 ആദ്യത്തെ ചന്ദ്രക്കല 2025 മെയ് 28 ബുധനാഴ്ച ദൃശ്യമാകുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ വർഷത്തെ അറഫ ദിനം 2025 ജൂൺ 5 വ്യാഴാഴ്ച ആയിരിക്കും. ചന്ദ്രൻ അസ്തമിച്ചതിനു ശേഷം പുതിയ മാസത്തിലെ ചന്ദ്രക്കല ദൃശ്യമാകുന്ന ദിവസമായ 2025 മെയ് 27 ദുൽഖഅദ ആയിരിക്കും. കുവൈറ്റ് ആകാശത്ത് 43 മിനിറ്റ് വരെ ഈ ചന്ദ്രക്കല കാണാൻ കഴിയും. അറബ് ഇസ്ലാമിക രാജ്യ തലസ്ഥാനങ്ങളിൽ ഇത് 40 മുതൽ 58 മിനിറ്റ് വരെ ദൃശ്യമാകും. 1446 ഈദുൽ അദ്ഹ 2025 ജൂൺ 6 വെള്ളിയാഴ്ച ആയിരിക്കുമെന്നും സെന്റർ അറിയിച്ചു. പോപ്പിന്റെ ആസ്ഥാനാരോഹണത്തിൽ ഷെയ്ഖ് സൗദ് പങ്കെടുത്തു. ലിയോ 14 പോപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ സുപ്രീം കൗൺസിൽ അംഗവും റാസൽ ഖൈമ ഭരണാധികാരിയുമായ ഷെയ്ഖ് സൗദ് ബിൻ സഗർ അൽ ഖാസിമി പങ്കെടുത്തു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. റാസൽ ഖൈമയിലെ വിക്ഷേപണ വികസന കാര്യാലയത്തിന്റെ വൈസ് ചെയർമാനായ ഷെയ്ഖ് ഖാലിദ് ബിൻ സൗദ് ബിൻ സഗർ അൽ ഖാസിമിയും അദ്ദേഹത്തോടൊപ്പം ചടങ്ങിലെത്തി. വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ നിരവധി രാഷ്ട്ര തലവന്മാരും ആഗോള നേതാക്കളും പങ്കെടുത്തു. ഫ്രാൻസിസ് പോപ്പിന്റെ വിയോഗത്തെ തുടർന്നാണ് ലിയോ 14 പോപ്പിന്റെ സ്ഥാനാരോഹണം. 2019 അബുദാബിയിൽ മനുഷ്യ സാഹോദര്യ രേഖയിൽ ഒപ്പുവച്ചവരിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് പോപ്പ്. ഈ പ്രഖ്യാപനം പിന്നീട് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര മനുഷ്യ സാഹോദര്യ ദിനമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. സ്കൂളുകൾക്ക് ഫിറ്റ്നസ്, സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിപണിയും സജീവമായി കഴിഞ്ഞു. വിദ്യാലയങ്ങളിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കുന്നതിന് അടിത്തറ മുതൽ മേൽക്കൂര വരെ ഫിറ്റാണെന്ന് പരിശോധനയിൽ ബോധ്യപ്പെടണം. ഓരോ അധ്യയന വർഷവും ക്ലാസ് തുടങ്ങും മുൻപ് സ്കൂളുകൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണമെന്നാണ് ചട്ടം. പരിശോധനകൾ എത്രയും വേഗത്തിൽ പൂർത്തിയായാൽ മാത്രമേ ആവശ്യമുള്ള മാറ്റങ്ങൾ പ്രാവർത്തികമാക്കാൻ സ്കൂൾ അധികൃതർക്ക് സമയം കിട്ടൂ. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ സ്കൂളുകൾ പ്രവർത്തിച്ചാൽ സ്കൂൾ മാനേജർമാരും പ്രഥമാധ്യാപകരും കുറ്റക്കാരാകും. +2 പരീക്ഷാഫലം മെയ് 22 പ്രഖ്യാപിക്കും. +1 ഫലം ജൂണിൽ. ഈ വർഷത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഈ മാസം 22 പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഫലം ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കുക. പരീക്ഷാ മൂല്യനിർണ്ണയം പൂർത്തിയായതായും ടാബുലേഷൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ വർഷം 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. ഇവരുടെ കാത്തിരിപ്പിനാണ് മെയ് 22 വിരാമമാകുന്നത്. അതേസമയം 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4,13,589 വിദ്യാർത്ഥികളാണ് +1 പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1ാം വർഷ പരീക്ഷയുടെ ടാബുലേഷൻ പ്രവർത്തികൾ പൂർത്തിയാക്കിയ ശേഷം ഫലം അടുത്ത മാസം പ്രസിദ്ധീകരിക്കുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു നിർണായക അറിയിപ്പാണ്. ഫലപ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി വരുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. മുംബൈ വീണ്ടും കോവിഡ് ഭീഷണിയിൽ. അതീവ ജാഗ്രതയിൽ മഹാനഗരം. ഹോങ്കോങ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ മുംബൈ നഗരത്തിലും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിൽ ഭയപ്പെടേണ്ട അവസ്ഥയില്ലെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയത്. 2020നും 2022നും ഇടയിൽ കോവിഡ് മാരകമായ രീതിയിൽ വ്യാപിച്ചതുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്നും മെഡിക്കൽ വിദഗ്ധർ പറയുന്നു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിലവിൽ 93 സജീവ കേസുകൾ മാത്രമേയുള്ളൂ. ഇത് ദേശീയ തലത്തിൽ ആശങ്കാജനകമല്ല. മുംബൈയിൽ ഓരോ മാസവും 8-9 കേസുകളാണ് വരുന്നതെന്നും മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ദക്ഷ ഷാ പറഞ്ഞു. എന്നിരുന്നാലും തിരക്ക് പിടിച്ച കോസ്മോപൊളിറ്റൻ നഗരം ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്.
ഇന്ന് 280 രൂപയാണ് കൂടിയത്. ഇതോടെ സ്വർണ്ണവില വീണ്ടും 70,000 കടന്നു. 70,040 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 35 രൂപ കൂടി 1 ഗ്രാം സ്വർണത്തിന്റെ വില 8,755 രൂപയായിട്ടുണ്ട്. മെയ് 15നാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണ നിരക്ക് രേഖപ്പെടുത്തിയത്. 68,880 രൂപയായിരുന്നു ഈ ദിവസത്തെ സ്വർണ്ണവില. 8-ാം തീയതി രേഖപ്പെടുത്തിയ 73,040 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക്. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക്, സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC മലയാളം ന്യൂസ് വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.